മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരാത്തതിൽ ആശ്വാസം കണ്ടെത്തുന്നത് CPM വിരുദ്ധർ മാത്രമല്ല, CPM അനുഭാവികളും പാർട്ടി അംഗങ്ങളും കൂടിയാണ്. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നത്. CPM നിലനിന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവരിൽ നല്ലൊരു ശതമാനം ജീവിതത്തിൽ ആദ്യമായി ചിഹ്നം മാറി വോട്ട് ചെയ്തത്. അവർ വോട്ട് ചെയ്തത് CPM നേതൃത്വത്തിന്റെ ഏകാധിപത്യ പ്രവണതയ്ക്കും അഴിമതിക്കും ഹിന്ദുത്വ പ്രീണനത്തിനുമെതിരായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ എന്ന വംശീയവാദിയെയും അഴിമതിക്കാരനെയും കൂടെ കൂട്ടി താലോലിച്ചത്, ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്, മുസ്ലിം ലീഗിന് ജമാഅത്ത് ഇസ്ലാമിക്കുമെതിരായി നിരന്തരമായി നടത്തിയ വംശീയ പ്രചാരണം, പിണറായി വിജയനും MV ഗോവിന്ദനും അടക്കമുള്ള നേതൃനിര സാധാരണക്കാരോടും മാധ്യമപ്രവർത്തകരോടും പരസ്യമായി തന്നെ പ്രകടിപ്പിച്ച അഹങ്കാരം തുടങ്ങിയവയെല്ലാം CPM അണികളെ തന്നെ ഏറെ മടുപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തിരുന്നു. തിരഞ്ഞെടുപ്പ് ഫലവും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പരാജയാവലോകനങ്ങളും വെളിപ്പെടുത്തുന്നത് അതാണ്. LDF അല്ലാതെ മറ്റാര് എന്ന പിണറായി വിജയന്റെ ഫോട്ടോ സഹിതം നാടാകെ നാട്ടിയ ആ ഒരൊറ്റ ബോർഡ് തന്നെ ചിഹ്നം മറന്ന് വോട്ട് ചെയ്യാൻ CPM അണികളെ പ്രേരിപ്പിച്ചതായി വേണം മനസ്സിലാക്കാൻ. വാസ്തവത്തിൽ ഈ കനത്ത തോൽവി വരെ അവർക്ക് പിണറായി വിജയനെയും MV ഗോവിന്ദനെയും പാർട്ടി നേതൃത്വത്തെയും വിമർശിക്കാൻ കഴിയുമായിരുന്നില്ല. അവർക്ക് അതിനായി ഇതുവരെ കാത്തു നിൽക്കേണ്ടി വന്നു എന്നതു തന്നെ ആ പാർട്ടിയുടെ സ്വഭാവം വ്യക്തമാക്കുന്നു. വിമർശനവും സ്വയം വിമർശനവും തെറ്റുതിരുത്തലും നിരന്തരം ചെയ്യുന്ന പാർട്ടിയാണ് CPM എന്ന് അവർ പറയാറുണ്ടെങ്കിലും അതൊന്നും നടന്നിരുന്നില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. പാർട്ടിയെ വിമർശിച്ചാൽ എന്തു സംഭവിക്കുമെന്നതിന് TP ചന്ദ്രശേഖരനുമേൽ പതിഞ്ഞ 51 വെട്ട് തന്നെയാണ് തെളിവ്. എന്നിട്ടും കണ്ണൂരിലെ പാർട്ടി കേന്ദ്രമായ പയ്യന്നൂരിൽ നിന്ന് മരണഭയം പോലുമില്ലാതെ പുറത്തു വന്ന് രക്തസാക്ഷി ഫണ്ട് തിരിമറിക്കാരനായ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച V കുഞ്ഞികൃഷ്ണനും MV ഗോവിന്ദന്റെ കുടുംബവാഴ്ചയ്ക്കെതിരെ മത്സരിച്ച് വിജയിച്ച TK ഗോവിന്ദൻ മാസ്റ്ററും പക്ഷെ തെറ്റിയില്ല. ഇത്തവണ പാർട്ടി അണികൾ ചിഹ്നം മറന്ന് വോട്ട് ചെയ്യുമെന്നാണ് അവർ രണ്ടുപേരും കേരള ഇൻസൈറ്റിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. മറ്റൊന്നുകൂടി അവർ പറഞ്ഞു, CPM നിലനിൽക്കണം, അതിനാണ് മത്സരരംഗത്ത് ഇറങ്ങിയത്. അവർ പറഞ്ഞതായിരുന്നു ശരി. പാർട്ടി നിലനിൽക്കണം എന്നാഗ്രഹിച്ചവരാണ് CPM നേതൃത്വത്തിനെതിരായി അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും ഏകാധിപത്യ പ്രവണതയ്ക്കുമെതിരായി വോട്ട് ചെയ്തത്. ഇപ്പോൾ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും നടന്നുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങളിൽ ഇക്കാര്യങ്ങളെല്ലാമാണ് മുഴങ്ങിക്കേൾക്കുന്നത്. പാർട്ടി നേതൃത്വവും പാർട്ടി അണികളും രണ്ടു തട്ടിലാവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാവുന്നത്. സാധാരണ ജനങ്ങളുമായി സമ്പർക്കമില്ലാതായ മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും പാർട്ടി അണികളോടും അതേ സമീപനമാണ് കൈക്കൊണ്ടത്. മുഖ്യമന്ത്രി ഘടകകക്ഷി MLA-മാർക്ക് പോലും അപ്രാപ്യനായിരുന്നു എന്ന് മുമ്പൊരിക്കൽ ഒരു CPI MLA വേദനയോടെ പറഞ്ഞത് ഓർത്തുപോകുന്നു. ആർക്കും കയറി ചെല്ലാമായിരുന്ന പാർട്ടി ഓഫീസുകൾ നേതൃത്വത്തിലുള്ളവരുടെ വൈതാളികരുടെ മാത്രം താവളമായി. വാസ്തവത്തിൽ പാർട്ടി ജനങ്ങളിൽ നിന്ന് വല്ലാതെ അകന്നുപോയി. ഇത് തിരുത്താൻ CPM നേതൃത്വം തയ്യാറാവുമോ? CPM പോളിറ്റ് ബ്യൂറോയുടെ വരെ എതിർപ്പുണ്ടായിട്ടും ഇപ്പോഴും പ്രതിപക്ഷ നേതാവായി തുടരാമെന്ന് പിണറായി വിജയൻ തന്നെ തീരുമാനമെടുക്കുമ്പോൾ പാർട്ടി തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് ഒന്നും പഠിച്ചില്ലെന്ന് വേണോ മനസ്സിലാക്കാൻ? കേരളം ഇടതുപക്ഷത്തിന് നന്നായി വേരോട്ടമുള്ള മണ്ണാണ്. മാത്രമല്ല ശക്തമായ പ്രതിപക്ഷമെന്നതും കൂടിയേ തീരൂ. ഇതിനെല്ലാം പുറമെ ബംഗാളും ത്രിപുരയും നമുക്ക് മുന്നിലുണ്ട്. കേവലം അധികാരത്തിൽ തുടരാനായി ഹിന്ദുത്വ പ്രീണനം നടത്തി വോട്ട് നേടാനാവുമെന്ന തെറ്റായ സമീപനമാണ് കഴിഞ്ഞ കുറേ കാലമായി CPM തുടർന്നത്. അത് തെറ്റായി പോയി എന്നുകൂടിയാണ് കേരള ജനത അവരെ ബോധ്യപ്പെടുത്തിയത്. അതുകൊണ്ട് സംഘപരിവാരത്തിന് മണ്ണൊരുക്കുന്ന പണി CPM ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. ശക്തമായ പ്രതിപക്ഷം എന്നതുകൂടിയാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. ക്രിയാത്മകമായ പ്രതിപക്ഷമാവാൻ CPM-നും LDF-നും കഴിയുമോ?